जश्नबाजी की ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നിങ്ങൾ ഇപ്പോൾ ഈ സ്ക്രീനിൽ കണ്ട വീഡിയോ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഇത് വെറും 3 അല്ലെങ്കിൽ 5 മിനിറ്റിനകം ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ വെച്ച് തന്നെ നമുക്കിത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് വീഡിയോയിലൂടെ പരിശോധിക്കാം. ഒട്ടും സമയം വേസ്റ്റ് ചെയ്ത് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, അതിനുവേണ്ടി നിങ്ങൾ ആദ്യം കൈൻമാസ്റ്റർ എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. അതായത് നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ട് എൻ്റെ കയ്യിൽ ആപ്പ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കാണും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് 16:9 എന്ന, അതായത് യൂട്യൂബ് വീഡിയോ ഒക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു സൈസാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഏത് സൈസിലാണോ ക്രിയേറ്റ് ചെയ്യുന്നത് ആ ഒരു സൈസ് അവിടെ ജസ്റ്റ് സെലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അതിന് നമ്മൾ മീഡിയ സെലക്ട് ചെയ്ത് എൻ്റെ കയ്യിൽ കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്. അതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ഓപ്പൺ ചെയ്യണം. അതവിടെ ഒരു ലെയറായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ലെങ്ത്ത് ഏകദേശം ഒരു 8 or 9 ആക്കി കൊടുക്കുക. ഞാൻ ഇപ്പോൾ 8 ആക്കി സെലക്ട് ചെയ്യാമെന്ന്. നമുക്ക് ആ ഒരു ബൈക്കിൻ്റെ ചിത്രം ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാം. എന്നിട്ട് സൈസ് കുറച്ച്, അതായത് നിങ്ങൾക്ക് ഓക്കെ എന്ന് തോന്നുന്ന സൈസിൽ ജസ്റ്റ് ഒന്ന് കീ ഫ്രെയിം സെലക്ട് ചെയ്യുക. കീ ഫ്രെയിം എന്ന് വെച്ചാൽ ഇത് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു കീ ഐക്കൺ കാണും. ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്താൽ കീ ഫ്രെയിമായി. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് അവസാനം കൊണ്ടുവന്ന് ഇതിനെ വലിച്ചുകൊണ്ട് പോയി ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ആ ഒരു ബൈക്ക് നമുക്കത് ചലിക്കുന്ന അല്ലെങ്കിൽ ആ റോട്ടിലൂടെ പോകുന്നത് പോലെ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ സൈസ്, അതായത് ലെങ്ത്ത് കൂട്ടി കൊടുത്താൽ അത് കുറച്ച് സ്ലോയിലൂടെ കുറച്ച് നമുക്ക് പോകുന്നത് കാണാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യുകയാണ്. ഓക്കെ, വളരെ പെർഫെക്റ്റായിട്ട് തന്നെ അതവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ആദ്യം കാണിച്ച നിങ്ങൾക്ക് ഈ ഒരു ഇപ്പോൾ ഈ സൈഡിൽ കാണുന്ന ആ ഒരു വെഡ്ഡിങ് ഇൻവിറ്റേഷൻ എന്ന ആ ഒരു മോഡൽ കൊടുക്കണം. അത് ഞാൻ ജസ്റ്റ് പിക്സൽ ലാബ് വെച്ച് ക്രിയേറ്റ് ചെയ്തതാണ്. അത് നമുക്ക് ഇവിടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറക്റ്റ് സെൻറ്റർ പൊസിഷനിലായിട്ട് അത് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അതവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ഈ ഒരു ബൈക്ക് പോകുമ്പോൾ അതവിടെ പെട്ടെന്ന് വരുന്നത് കാണാം. അതിനുവേണ്ടി നമ്മൾ ആനിമേഷൻ കൊടുത്തതിന് ശേഷം ഫെയ്ഡ് എന്ന് കൊടുത്തു. ഓക്കെ, അത് സെലക്ട് ചെയ്തു. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അത് വളരെ പെർഫെക്റ്റായിട്ട് തന്നെ അതവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒരു ബൈക്ക് നമുക്ക് ഇതിലൂടെ പോകുന്നത് പോലെ നമുക്ക് ഒന്നും കൂടി കാണിക്കാം. ഓക്കെ, ഇനി ഞാൻ വീണ്ടും ആ ഒരു ബൈക്കിൻ്റെ പിക്ചർ എടുക്കുകയാണ്. വേറൊരു ചിത്രമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് ആ ഒരു സൈസിൽ നമ്മൾ ഇവിടെ അഡ്ജസ്റ്റ് ആക്കി കൊടുക്കുക. എന്നിട്ട് കീ ഫ്രെയിം കൊടുക്കുക. അതിനുശേഷം ഓക്കെ, ഇതിവിടെ സെലക്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു ബൈക്ക് അതിലൂടെ നമുക്ക് പോകുന്നത് കാണാൻ സാധിക്കും. ഈ ഒരു സ്ഥലത്താണ് ഞാൻ യുവർ നെയിം അതായത് കൊടുത്തിട്ടുള്ളത്. അതായത് 2 ഗ്രൂമിൻ്റെയും ബ്രൈഡിൻ്റെയും പേര് കൊടുത്തിട്ടുള്ളത്. അവിടെ നമുക്കിപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ ഇവിടെ യുവർ നെയിം എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ആ ഒരു സ്ഥലത്ത് അവിടെ പേര് വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു പേരും ഇവിടെ വെച്ചിട്ടില്ല. ഇനി നമുക്കിതിന് ജസ്റ്റ് ഒരു ഫോണ്ട് സെലക്ട് ചെയ്യാം. ഞാൻ രണ്ടാമത്തെ ഫോണ്ട് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഇനി നമുക്കിതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആവശ്യമാണ്. അതിനുവേണ്ടി 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. അതിനുശേഷം ആ ഒരു സ്ഥലത്ത് നമുക്ക് ബഡ്സ് എന്ന് കൊടുക്കേണ്ടതാണ്, അതായത് 2 പേരിൻ്റെ ഇടയിൽ. ഓക്കെ, അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം അതിൻ്റെ സെൻറ്റർ പൊസിഷനിലായിട്ട് അത് കൊടുത്തു. അതും അവിടെ സെലക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഡേറ്റിൻ്റെ ആ ഒരു ഇതാണ് കാണിക്കേണ്ടത്. ഇവിടെ ഒരു ലവ് ഇങ്ങനെ പൊങ്ങുന്ന ആ ഒരു എഫക്റ്റ് എൻ്റെ ഗ്രീൻ സ്ക്രീൻ അവൈലബിൾ ആണ്. അതുകൊണ്ട് ഞാനത് സെലക്ട് ചെയ്തു. എന്നിട്ട് ക്രോമാക്കി എന്നൊരു ഓപ്ഷൻ പോയി എനേബിൾ ചെയ്ത് ഞാൻ ജസ്റ്റ് പ്ലേ ചെയ്യുകയാണ്. അപ്പോഴേക്ക് ഇവിടെ ആ ലവ്
ഇങ്ങനെ വരുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, അതും അവിടെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ അവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഡേറ്റാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതിനു വേണ്ടി ലെയറിൽ പോയി ടെക്സ്റ്റ് ചെയ്ത് ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് ഈ ഒരു ഫോണ്ടാണ് ഇവിടെ കൊടുത്തത്. നിങ്ങൾക്ക് ഏത് ഫോണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. വെറും ഇങ്ങനെ കാണുമ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് വരുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിന് മുകളിൽ ഒരു ഷേപ്സ് കൊടുക്കാൻ പോവുകയാണ്, അതായത് ഒരു ബോക്സ് ഷേപ്പ്. അതിനുവേണ്ടി ലെയറിൽ പോയി ഹാൻഡ് റൈറ്റിംഗ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ബോക്സ് ഇവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഞാനിപ്പോൾ അതിന് സമാനമായിട്ട് അത് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഓക്കെ കൊടുത്ത് അതിനൊരു ആനിമേഷൻ കൊടുക്കുകയാണ്. അതായത് ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ആ ഒരു ലവ് വന്നതിന് ശേഷം അവിടെ സേവ് ദ ഡേറ്റ് എന്ന് കാണാൻ സാധിക്കും. ഓക്കെ, ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു സാമ്പിൾ മാത്രമാണ്, ഇങ്ങനെയൊന്നുമല്ല. ഇതിൽ കൂടുതൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ കറക്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ഇതിൽ മ്യൂസിക് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കാത്തത്, ഇത് ഇവിടെ പ്ലേ ചെയ്താൽ അതിന് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാകും, അങ്ങനെ വീഡിയോ പോയി പോകും. അതുകൊണ്ടാണ് ഞാനിവിടെ പാട്ട് പ്ലേ ചെയ്യിക്കാത്തത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.